മരണപ്പെട്ടു പോയ ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നത് ഇയാൾ ഒരു പാവത്താനാണ്, ഇയാൾ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ മനുഷ്യന്റെ കയ്യിൽ നിന്നും ഒരു സ്ത്രീക്കുണ്ടായ ഒരു അനുഭവം ഇത് ഈ വീഡിയോയിലുണ്ട്. അതുപോലെ തന്നെ ഷിംജിത മുസ്തഫ എന്ന ആ ഒരു സ്ത്രീയുടെ നാട്ടുകാരൻ പറയുന്ന ഒരു വാക്കും കേൾക്കാം. ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ വ്യക്തി ഷെയർ ചെയ്ത വീഡിയോ മാനിപ്പുലേറ്റ് എഡിറ്റഡ് ആയിരുന്നു എന്ന് പിന്നീടാണ് കുറെ ആളുകൾ മനസ്സിലാക്കുന്നത്. ഞാനും തുടക്കത്തിൽ റിയാക്ട് ചെയ്തതാണ്. അതായത് അയാള് ഒരു തവണ ഈ സ്ത്രീയുടെ മാറിയുടെ ഭാഗത്തേക്ക് കൈകൊണ്ട് തട്ടുന്നതായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ അവിടെ എഡിറ്റ് ചെയ്ത് സ്ലോ മോഷനിലേക്ക് ആക്കിയതാണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ബസ്സിൽ നല്ല തിരക്കുണ്ടായിരിക്കും, നമ്മളൊരാളെ ടച്ച് ചെയ്ത് ഇങ്ങനെ പോകുന്നത്, നോർമലി ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നത് സ്ലോ മോഷൻ ആക്കി കഴിഞ്ഞാൽ അത് മനഃപൂർവ്വം ടച്ച് ചെയ്ത പോലെ ആകും. ആ രീതിയിലേക്ക് ആ സ്ത്രീ മാറ്റിയതാണ് എന്നും തന്റെ മാറിയിടത്തിലേക്ക് അയാൾ സ്പർശിക്കുന്ന സമയത്ത് സ്പർശിച്ചിട്ടില്ല, അത് ബസ്സിലെ തിരക്കിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. എന്നാൽ ഒരാൾ ഇരുന്ന് ചിരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കൊള്ളാല്ലേ? നമ്മുടെ ഭാഗത്തും തെറ്റുകൾ പറ്റൂട്ടോ, തെറ്റുകൾ പറ്റിയ തിരുത്തുക എന്നുള്ളത്. പക്ഷെ ഈ സ്ത്രീയുടെ ഭാഗത്ത് പറ്റിയ തെറ്റ് അതൊരിക്കലും തിരുത്തപ്പെടാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ ജീവൻ തന്നെ ഇല്ലാണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഈ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ശബ്ദ സന്ദേശം കിട്ടിയിട്ടുണ്ട്. ഇതേ ദീപക് ഒരു പെൺകുട്ടിയെ ബസ്സിൽ വെച്ച് സഹായിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശബ്ദ സന്ദേശമാണെന്ന് കേൾക്കാം. നമ്മളിങ്ങനെ പിടിക്കത്തില്ലേ ഇരുന്ന് സീറ്റിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ മറ്റേ കമ്പിയില്ലേ അതെ പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര വേദനയായിട്ടിരിക്കും, പീരിയഡ്സ് ആയിട്ട് ഭയങ്കര വേദനയായിട്ട്. അപ്പൊ പുള്ളി ചോദിച്ച മോനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതാറ് നല്ല ഓർമ്മയുണ്ട് പുള്ളിയാണെന്നുള്ളത്. അതിനെപ്പോഴാണ് ശരിക്കും പുള്ളിയുടെ ഫേസ് കാണുന്നത്. ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അയ്യോ പെയിൻ കില്ലർ വല്ലതും ഉണ്ടാ. അപ്പോൾ അമ്മയോട് ചോദിക്കുക പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് വയ്യായിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട ചേട്ടാ അറിയില്ല അമ്മ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്തായിരുന്നു പുള്ളിയുടെ കയ്യിരുന്ന പാരസെറ്റമോൾ എടുത്തത്. ഇപ്പൊ തലവേദന വല്ലതും ഉണ്ട്, ഇതിപ്പോ തൽക്കാലം കഴിക്കുന്ന എനിക്ക് തന്നു. എന്തായിരുന്നു അങ്ങനെയാണ് മിണ്ടിയത്. അങ്ങനെയാണ് പറഞ്ഞ എന്തായിരുന്നു ഇങ്ങനെ പോയിട്ട് എവിടെയാ പോയിട്ട് വരുവാന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പുള്ളിയുടെ പേരൊക്കെ പറഞ്ഞു കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കുറെ വർത്താനമൊക്കെ പറയുകയൊക്കെ ചെയ്തവ എനിക്ക് എന്തായിരുന്നു എക്സാമിന്റെ ഒക്കെ ടെൻഷൻ ആയിട്ടിരിക്കുന്നു. അപ്പൊ പറഞ്ഞു എന്തിനാ പേടിക്കുന്നത്, ഇനിയും നമുക്ക് എന്തോരം ഇങ്ങനെ കിടക്കുവാണ്, ഇനിയും എന്തോരം കാണാൻ, ഞാനൊക്കെ ഇത്രയും പ്രായം എന്തോരം സ്ട്രഗിലൂടെ വരുന്നത്, ഇപ്പോഴും സ്ട്രഗിൾ ആണ്, ഇനി അങ്ങോട്ട് എപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും, നമുക്ക് ഒന്നും പറഞ്ഞ് പേടിച്ചിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത്ര നല്ലൊരു മനുഷ്യൻ. നാട്ടുകാർ മൊത്തം അത് തന്നെ പറയുന്നത്. പൂങ്കുഴലി എന്ന് പറയുന്ന ഒരു പോലീസുകാരിയൊക്കെ ഉണ്ട് ഈ നാട്ടില്. അവരൊക്കെ എവിടെയാണാവോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് പൊളിച്ച് അറസ്റ്റ് ചെയ്യാനൊന്നും ഇവർക്ക് യാതൊരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് തന്നെ വലിയ കോമഡിയാണെന്നുള്ളതാണ്. പക്ഷെ അത്തരം കാര്യങ്ങളിൽ ഭയങ്കര താല്പര്യങ്ങളും ഇത്തരം കാര്യങ്ങൾ ഒരു താല്പര്യമില്ലായ്മ വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു പുരുഷന് നേരെ ആർക്കും എന്തും ചെയ്യാം, ഒരു സ്ത്രീ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് മാറുന്നത് ശരിയല്ല. ഇപ്പൊ ഈ ഒരു ഷിംജിത മുസ്തഫയെ ഒരുപാട് ആളുകൾ തെറിയൊക്കെ വിളിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാൻ ആ രീതിയിൽ വൃത്തികേടും തെറിയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ മനുഷ്യൻ മരിച്ച സമയത്ത് ഒരുപാട് ആളുകൾ, ആ നാട്ടിലുള്ള ആളുകൾ ഒരുപാട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അത്തരം ശബ്ദങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി പറയുന്ന ഈ കാര്യം ഒന്ന് കേട്ടു നോക്കാം. പരിധി വിട്ടാട്ടെ നടന്നപ്പോ അങ്ങനെ ദുബായിൽ പോയി. നമ്മൾ കേട്ടത് ഞങ്ങളെ മെമ്പറേനി, ഞങ്ങളെ വാർഡ് മെമ്പറേനി, അരീക്കോട് പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പറേനി. അങ്ങനെ ഇവള് ദുബായിക്ക് പോയപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഇവളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, കാരണം ഇവളെ ഇത് പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് നമുക്ക് അരീക്കോട് പഞ്ചായത്തിൽ 8-9 ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ ഓള് പോയി കഴിഞ്ഞാൽ പിന്നെന്താവും അവിടെ 8-8. അപ്പൊ പഞ്ചായത്ത് പ്രശ്നം അറിയാൻ സാധ്യതയുണ്ട്. അപ്പൊ ലാസ്റ്റ് ഒരു വർഷത്തിന്റെ ടൈമിൽ ഓള് രാജിക്കത്ത് എഴുതി കൊടുത്തായിട്ട് ഓള് പോയി. അങ്ങനെ പിന്നീട് ഇവള് ദുബായിൽ നിന്ന് ഇടുന്ന ഓരോരോ വീഡിയോകൾ കണ്ടിട്ട് നാട്ടില് ആൾക്കാരൊക്കെ ഇങ്ങനെ, ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയ ടൈമില് അവിടുത്തെ ഒരു APക്കാർ വീഡിയോ വന്നിട്ട് എനിക്ക് വന്നിരുന്നു ആദ്യം എക്സിറ്റ് കണ്ടു വെച്ചാൽ. അപ്പൊ ഞങ്ങളിത് കണ്ട് ഞങ്ങളിതിന്റെ മുമ്പ് തന്നെ പറഞ്ഞാണ് മെമ്പറെ ഇതൊക്കെ. ഞാൻ പറഞ്ഞു എനിക്കറിയാം സിഞ്ചിത്തിന്റെ വീഡിയോ അല്ലേ, ഞാൻ കണ്ടതാണ്, ഞങ്ങൾക്കറിയാം കാര്യം, ഞങ്ങൾ പറഞ്ഞതാണ്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ എന്ന് പറഞ്ഞു. ഓള് രാജിക്കൂല. അങ്ങനെ ചുരുക്കി പറഞ്ഞ ഓളിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിലവിൽ ഉള്ള ഓരോ അവസ്ഥ ഞങ്ങളവിടെ കെട്ടിക്കൊണ്ടെന്നാണ്. വടകര ഉള്ളതാണ് ഓള് ഭർത്താവറ്റൊക്കെ തെറ്റി 6 മാസമായിട്ട് ഓളെ നാട്ടിലാണുള്ളത്, ഞങ്ങളവിടെ അല്ല. അങ്ങനെ രാജിക്കത്ത് എഴുതി കൊടുത്ത് പോയി ഒരു കൊല്ലം കഴിഞ്ഞാലേക്ക് ഓളെ മാപ്പിള കൊണ്ടുപോയിട്ട് രാജിക്കത്ത് സെക്രട്ടറിക്ക് കൊടുത്ത് അതിൽ ഇവള് രാജിക്കത്ത് സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നി ഓള് നേരെ സെക്രട്ടറിക്ക് കൊടുത്ത്, ഞാൻ നാട്ടിലില്ലാതെ എന്റെ കത്ത് എങ്ങനെ നിങ്ങൾ സ്വീകരിക്കുക, ഞാൻ കേസ് കൊടുക്കും, പണി ഔട്ട് ആവുകൊണ്ട് പിൻവലിച്ചു പറഞ്ഞു. സെക്രട്ടറി അത് പിൻവലിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. നാട്ടുകാരൻ പോലും ആ രീതിയിലാണ് യൂസ് ചെയ്തത് പറയുന്നത്. പിന്നെ ഇവരുടെ വീഡിയോസ് ഒക്കെ ഇപ്പൊ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ചാനൽ പ്രൈവറ്റ് ആണ്, ഒന്നും കാണാനില്ല.
പക്ഷെ ആ ഒരു ചാനലിൽ ഇട്ടിരുന്ന വീഡിയോസ് ഒക്കെ ഒരുപാട് കണ്ടന്റ് ക്രിയേഷൻ ആയിരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതും ഒരു കണ്ടന്റ് ക്രിയേഷന്റെ ഭാഗമായിട്ട് അവർ എടുത്തു വെച്ചതാണ് എന്ന് ഊട്ടി ഉറപ്പിക്കാൻ കഴിയും. പക്ഷെ പോലീസുകാർക്ക് ഇതൊരു അസ്വാഭാവിക മരണമായിട്ട് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഒരു പരാതി ഇല്ലാത്തത് കൊണ്ട് തന്നെ. പിന്നെ ആരെങ്കിലൊക്കെ പരാതിപ്പെട്ട അതിന്റെ പിന്നാലെ പോകുന്നു തോന്നുന്നു, ഉറപ്പില്ല. പക്ഷെ ഇതൊരു അസ്വാഭാവിക മരണമായിട്ട് കിടക്കുന്നു. ഇനി കേൾക്കാൻ പോകുന്ന ശബ്ദവും അടിയിൽ കാണുന്ന വീഡിയോസും ഒന്ന് നിങ്ങൾ പരിശോധിക്കുക. ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല രസമായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ എന്റെ അതിന് മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അയാൾ അങ്ങനെ ഒത്തി പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്, നമുക്ക് മനസ്സിലാവും കാണുമ്പോ തന്നെ. മുന്നിൽ നിൽക്കുന്ന സ്ത്രീയുടെ ഡിസ്കംഫർട്ട് നോക്കിയിട്ടാണ് ഇവർ വീഡിയോ എടുത്തത്. ഇവർക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് ആ ശബ്ദത്തിൽ നിന്ന് തന്നെ മനസ്സിലാവാൻ കഴിയും എന്നുള്ളതാണ്. ആ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടി ആരാ? ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. ഇതൊന്നും കൂടാതെ ആ ബസ്സിലുള്ള ഒരു മനുഷ്യന്മാരും മിണ്ടിയിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഏതൊരു ബസ്സിലും കേരളത്തിൽ CCTV ക്യാമറ വേണമെന്ന് നിർബന്ധമുണ്ട്. ഈ ബസ്സിനകത്ത് അങ്ങനെ ഒരു CCTV ക്യാമറ ഉണ്ടാകും. അതിന്റെ ഒരു ഫൂട്ടേജും കൂടി വരാനുണ്ട്. ഇവര് വീഡിയോ എടുക്കുന്ന ആ ഒരു കയ്യകലം നിങ്ങൾ നോക്കണം കേട്ടോ. ആ കയ്യകലം വെച്ച് നിൽക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അതിലേക്കൊന്ന് കയറി നിന്നാൽ തന്നെ ഇവര് പറയുന്ന സംഭവങ്ങളൊന്നും നടക്കില്ല. ഇവരാരും ടച്ച് ചെയ്യില്ല. ഇവരങ്ങോട്ട് പോയി ടച്ച് ചെയ്യാനും പറ്റില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല. ഞാൻ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടു. ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു. അയാൾ കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. അയാള് ആ വീഡിയോ കണ്ടു, എടുക്കുന്നത് കണ്ടു, എന്നിട്ട് അപ്പൊ ഒന്നും ചെയ്തില്ല കേട്ടോ. പിന്നീടാണ് ആള് പോയിട്ട് എന്ത് ചെയ്തത്? ടച്ച് ചെയ്തത്. എന്റെ പൊന്നു പെങ്ങളെ, ഈ വീഡിയോയിലേക്ക് വ്യക്തമായിട്ട് താങ്കൾക്ക് അവിടെ ആ വീഡിയോ എടുക്കാൻ കൈ നീട്ടുന്ന സ്ഥലം ഗ്യാപ്പായിട്ട് കിടക്കുന്നതായി ഞങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് മാറിയുന്നില്ല? പിന്നെ പുരുഷന്മാർ ഒരുപാടുണ്ടല്ലോ ആ ബസ്സിനകത്ത്, ആ ഇറങ്ങാൻ നിൽക്കുന്ന സ്ഥലത്ത്. ബസ് സ്റ്റാൻഡിലെത്തി ഇറങ്ങാൻ നിൽക്കുക. പിന്നെ അയാളുടെ കൈ മാറിടത്തിൽ ടച്ച് ചെയ്ത ഭാഗം അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. അയാളുടെ ഇടത് കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടല്ലോ. ആ ബാഗ് അയാള് ആളുകളുടെ കാൽഭാഗത്ത് ടച്ച് ചെയ്ത് ലോക്കായി കിടക്കുന്ന സമയത്ത് അത് വലിച്ചതാ, എടുത്തു പൊക്കിയതാ. എടുത്തു പൊക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഈ കൈമുട്ട് ആരുടെ ശരീരത്തിൽ തട്ടിയാലൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ എന്നാ തട്ടിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് വീഡിയോ എടുത്ത് അങ്ങനെ നിൽക്കുമ്പോ എന്തൊരു അവസ്ഥയാണ് എന്റെ പൊന്നു ഷിംജിതേ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു. കാരണം അയാൾ തൊട്ടി ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിൽ ഞാനാ ഉണ്ടായിരുന്നത്. അപ്പം നേരെ എന്റെ മേലിലേക്ക് അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. നിങ്ങൾക്ക് സ്ഥലം ഉണ്ടായിരുന്നു, നിങ്ങൾക്കത് മാറി നാതി. എന്നാ മോനെ ടച്ച് ചെയ്തോ എന്ന് പറഞ്ഞാണ്ട് കയറി ചെന്ന് നിന്ന് കൊടുത്തിട്ട് അവസാനം അയാൾക്ക് സ്ഥലം ഉണ്ടായിട്ടും എന്നെ ടച്ച് ചെയ്തെന്ന് പറയുമ്പോ ഞങ്ങളൊക്കെ ചോറനല്ലേ തിന്നണം എന്റെ പൊന്നു പെങ്ങളെ. ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വളരെ സ്ലോ മോഷൻ ആക്കി കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടും. അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാനും. അതായത് ശരിയാണല്ലോ, ഇയാളെ കൈമുട്ടോണ്ട് നോക്കിയിട്ട് വീണ്ടും ടച്ച് ചെയ്തു എന്നൊരു സാധനമാണ്. പക്ഷെ അയാൾ നോക്കണത് അയാളെ ബാഗ് താഴെ കുടുങ്ങിയതാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് പിന്നീടാണെന്നുള്ളതാണ്. ആ ബാഗ് പൊക്കുമ്പോഴാണ് ഇവരുടെ ശരീരം തട്ടുന്നത്. ഇനി അവിടെ ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ അത് ടച്ച് ചെയ്യും. പക്ഷേ ആ രീതിയിൽ ടച്ച് ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരും നിന്നു കൊടുക്കില്ല. സ്വാഭാവികമായിട്ടും അവിടെ തിരക്കിനിടയിലാണ് ടച്ച് ചെയ്യുക. ഇത് നിന്ന് കൊടുത്തതാണല്ലോ, വീഡിയോ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. പോലീസ് ഇതൊന്നും കാണില്ല കേട്ടോ. അങ്ങനെ ചെയ്തു. അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാൾ അത് ചെയ്തു. ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്നല്ല പറയണ്ട്, എന്നെ തൊട്ടുള്ളൂ എന്ന ഭാവത്തോടു കൂടി അവിടെ പോയി പുഞ്ചിരിച്ച് തൊടിയിപ്പിച്ചിട്ട് അയാൾ അറിഞ്ഞിട്ട് പോലുമില്ല. അയാൾ താഴോട്ടാ നോക്കണത്. അയാളുടെ ബാഗ് പൊക്കി ഇവരങ്ങോട്ട് ചെന്ന് മുട്ടിയിട്ട് പറയാണ് നിങ്ങൾ എന്താ ചേട്ടാ ചെയ്യുന്നേന്ന്. അപ്പൊ അതിന് ഇറങ്ങി ഓടിയെന്ന്. അങ്ങനെ ഇറങ്ങി ഓടിയെന്നൊന്നുമില്ല. ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ വരട്ടെ ഇനി, അല്ലെ? അതുകൂടാതെ തന്നെ ബസ്സിലെ CCTV ക്യാമറ ഫുട്ടേജ് വേണം, നിർബന്ധമായിട്ട് വേണം. ഇവരെന്തിനാണ് അത്രയും സ്ഥലം ഉണ്ടായിട്ട് അയാൾ എടുത്തു പോയിരുന്നത്? ഇപ്പൊ ഡിസ്കംഫർട്ടായ സ്ത്രീ എവിടെ? ഡിസ്കംഫർട്ടായ സ്ത്രീ വരട്ടെ ഇനി രംഗത്ത്. അപ്പൊ ഞങ്ങൾ കുറച്ചെങ്കിലും ഇവർ പറഞ്ഞ ശരിയാണെന്നെങ്കിലും കൂട്ടിക്കോളാം. ഇതിപ്പോ 100% താങ്കൾ പറഞ്ഞത് മാത്രം തെറ്റായിട്ട് ആളുകൾ തോന്നുന്നത് എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ആ ബഹളം വെക്കുന്ന വീഡിയോസ് എന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല? പിന്നെ എന്തിനാണ് എഡിറ്റ് ചെയ്ത് സ്ലോ മോഷൻ ആക്കി വീഡിയോ ചെയ്യുന്നത്?
എല്ലാവരും ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ സ്ലോ മോഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് വിശകലനം ചെയ്യുന്ന ആളുകൾ സ്ലോ മോഷൻ ചെയ്തോളൂ. ഇത് നോർമൽ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ അതും മില്ലി സെക്കൻഡിൽ ടച്ച് ചെയ്ത ഒരു കാര്യത്തിനാണ് അവർ അത്ര പ്രൊജക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു. പിന്നെ ഞാൻ അയാളെ പുറകെ ഒന്നും പോയില്ല. രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ പറയൂന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ടായത്. 2 വീഡിയോ ഉണ്ടായിരുന്നു, അത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് സ്ലോ മോഷൻ ആക്കിയിട്ട് ഒരു മില്ലി സെക്കൻഡിൽ അയാൾ അറിയാണ്ട് ടച്ച് ചെയ്ത ഒരു സാധനത്തിനെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ടച്ച് ചെയ്യിക്കൂ എന്ന് പറഞ്ഞൊരു സാധനത്തിനെ ഞങ്ങൾക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരാം. നിങ്ങൾ ആ സ്ലോ മോഷൻ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ബാഗ് ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പുഞ്ചിരി ഞങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ തൊടൂ എന്ന് പറഞ്ഞ് ചെന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. കൊള്ളാം കൊള്ളാം കൊള്ളാം. ദൈവത്തിന്റെ കരങ്ങൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഇപ്പൊ മനസ്സിലായി. വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്ത ശേഷം അതിന്റെ പലതരം വിമർശനങ്ങളൊക്കെ വന്നു. അതായത് നിങ്ങൾ ആ വീഡിയോ ബോധപൂർവ്വം ചിത്രീകരിച്ചതാണ് ഒരു കണ്ടന്റ് എന്ന അർത്ഥത്തിൽ എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ വന്നു. ആ ബസ് ജീവനക്കാരെ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോലീസിലേക്ക് ആ വിവരം കൊണ്ടുപോകാൻ ശ്രമിക്കുക, അങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ലെ? ഞാനത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട്, അവരെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് എന്ന് ഞാൻ പറഞ്ഞു, ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാ? ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാ. കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടോ നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ ഇട്ടു, അതിനൊരു മറുപടി പറയുന്നത് പോലെ. അല്ലാതെ എല്ലാവരുടെയും എതിരെ പറയാൻ പറ്റില്ല. ആള് മരിച്ചു എന്ന് പറഞ്ഞപ്പോ ഇവരൊരു ഭാവം എന്തായിരുന്നു അറിയോ? ആണോ ഈ ഒരു സാധനം മാത്രമാണ് ഒരു ചെറിയൊരു, ഇവരെ എല്ലാ എക്സ്പ്രഷനും ഒരേപോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെയോ, ഒരു മനുഷ്യൻ മരിക്കുന്നു, അയാളുടെ വീട്ടുകാർക്ക് എല്ലാ നഷ്ടങ്ങളും സംഭവിക്കുന്നു, ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നയിച്ച വ്യക്തി വളരെ സിമ്പിൾ ആയിട്ട് അതെയോ എന്ന് പറയുന്നു. നമ്മുടെ പോലീസുകാർ അസ്വാഭാവികത്തിന് മാത്രം കേസെടുക്കുന്നു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യം, ഒരാൾ ഇടപെട്ടു എന്ന് പറയുന്നില്ലേ, അയാൾ എവിടെ? ബസ്സിലെ കണ്ടക്ടർ എവിടെ? ഒരു സ്ത്രീക്ക് ദുരനുഭവം ഉണ്ടായി പറഞ്ഞില്ല, ആ സ്ത്രീ എവിടെ? ആ ബസ്സിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ടച്ച് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി നിന്നു? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ബസ്സിലെ CCTV ക്യാമറ ഫൂട്ടേജ് എവിടെ? ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കിട്ടിയേ ഒക്കൂ. ഒരു മനുഷ്യന്റെ ലൈഫിന് ഒരു വാല്യൂ ഇല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നിപ്പോയ ഒരു കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതുകൂടാതെ ഈ ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇയാളുടെ മുഖമൊന്നും കാണിക്കാതെ കൈ മാത്രം കാണിച്ചിരുന്നുവെങ്കിൽ നമ്മൾ പൂർണ്ണമായി തെറ്റിദ്ധരിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഇറക്കൊന്നും വേണ്ട. അത്തരത്തിലുള്ള ഒരു വീഡിയോ കണ്ട് ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. അതായത് ശരിയാണല്ലോ. പിന്നെ നോക്കുമ്പോഴാണ് ഇത് സ്ലോ മോഷനിലേക്ക് കാണിച്ച കാര്യമാണ്. സ്വാഭാവികമായി മില്ലി സെക്കൻഡിൽ നടന്ന ഒരു കാര്യത്തിന് അത് ഏതൊരു വ്യക്തിക്കും മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ഏതൊരു വ്യക്തിക്കും ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ ടച്ച് ചെയ്തു വീണ്ടും നോക്കി ടച്ച് ചെയ്തു തോന്നും. പക്ഷെ ഈ ഒരു സംഭവം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് നടന്ന ഒരു കാര്യത്തെയാണ് ഇവർ ഈ രീതിയിലേക്ക് ആക്കിയിട്ടുള്ളത്. ഇവരെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം. ഇത്തരം നുണകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക തന്നെ വേണം. ഒരുപാട് സ്ത്രീകൾ പലയിടങ്ങളിലും ഒരുപാട് ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അവർക്ക് നീതി കിട്ടാതെ പോകുന്നത് ഇങ്ങനെയുള്ള ആളുകൾ കാരണമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.